റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സഹോദരന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ ദിവസങ്ങളിൽ വരുന്ന ഏറ്റവും വലിയ നുണ എന്നാണെന്നറിയാമോ? അത് നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ തോറ്റു പോകുന്നുള്ളതായിരിക്കും. പച്ചക്കള്ളമാണ്. നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ നുണയെ നിങ്ങൾ സ്വീകരിക്കരുത്. മനസ്സിനകത്ത് അങ്ങനെ പലതും വരും. അത് നിങ്ങളെ ടെൻഷനിലേക്ക് നയിക്കും. ഒരാവശ്യമില്ലാതെ നിങ്ങൾ വെറുതെ രോഗികളാക്കും. അതുകൊണ്ട് റിസൾട്ടിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ദൈവസന്നിധിയിൽ നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വിജയം തരും. നന്നായിട്ട് പഠിക്കുകയും നല്ലപോലെ എക്സാം എഴുതുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്നത്തിനെ പേടിക്കുന്നത്? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ തോറ്റു പോയെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയില്ലാന്നിരിക്കട്ടെ. SSLC എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്ത വാർത്തകളൊക്കെ ഞാൻ ഒത്തിരി കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ? റിസൾട്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പറയുന്ന നുണയാണ്. നമ്മൾ ശരിയല്ല, നമ്മൾ എത്ര ചെയ്തിട്ടും ശരിയാവത്തില്ല എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ചിന്തകൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൂട്ടുകാരെ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ മനസ്സ് പറയുന്ന, നിങ്ങളുടെ സ്വയം പറയുന്ന നുണ കേട്ട് നിങ്ങളുടെ മനസ്സ് കല്ലിച്ചു പോകരുത്. നിങ്ങളുടെ മുമ്പിൽ ഒരു നല്ല ഭാവി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നത് ദൈവത്തിന്റെ കരത്തിലാണ്, നമ്മുടെ കരത്തിലല്ല. നമ്മുടെ കരത്തിലായതുകൊണ്ടാണ് നമ്മൾ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കുന്നതും ഡിപ്രഷന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഒരിക്കലും നമ്മുടെ ലൈഫ് നമ്മുടെ കരത്തിലല്ല, ദൈവത്തിന്റെ കരത്തിലാണ്. നിങ്ങൾക്ക് എപ്പോൾ ടെൻഷൻ വന്നാലും ദൈവസന്നിധിയിൽ ഇരിക്കുക, കർത്താവിനോട് കൂടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ഇടപെടുകയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ ദൈവം സമാധാനത്തിന്റെ പ്രഭുവാണ്. നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് റിസൾട്ടിനോർത്ത് ടെൻഷൻ അടിക്കേണ്ട, മാർക്ക് കുറഞ്ഞതിനോർത്ത് വിഷമിക്കേണ്ട. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ.